ഒളിമ്പിക്സിന്റെ പഞ്ചവർണ്ണ വളയങ്ങൾ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങുന്ന സമയമാണ്. ആ തിളക്കത്തിനിടെ മലയാളികളെ എഴുന്നേറ്റു നിന്ന് കൈയടിപ്പിക്കുന്ന ഒരു രംഗമുണ്ടാകും. 4ാം ഒളിമ്പിക്സിനായി PR ശ്രീജേഷ് പാഡ് അണിഞ്ഞ് സ്റ്റിക്ക് എടുക്കുന്ന ആ നിമിഷം. 2012 ലണ്ടൻ, 2016 റിയോ, 2021 ടോക്കിയോ, ഇപ്പോൾ പാരീസ്. അപാരമായ ആത്മസമർപ്പണം കൊണ്ടും കഠിന പരിശീലനങ്ങളാൽ ശരീരം കാത്തു സൂക്ഷിച്ചും മാത്രം സാധിക്കുന്നതാണ് ഈ സാന്നിധ്യം. 4 ഒളിമ്പിക്സുകളിൽ ഇന്ത്യയുടെ ശോഭ കാത്ത ഷൈനി വിൽസനെ പോലെ, 3 ഒളിമ്പിക്സിൽ തിളങ്ങി നിന്ന PT ഉഷയെ പോലെ, ഇനി PR ശ്രീജേഷും. സ്പോട്ട്ലൈറ്റ്സ് ആരംഭിക്കുന്നു. പാരീസിലെ ഇന്ത്യ. PR ശ്രീജേഷ് ഹോക്കിയിൽ വലകാക്കുമ്പോൾ അപ്പുറത്ത് ഷട്ടിൽ കോർട്ടിലും ഉയരും മലയാളിയുടെ കാലടി ശബ്ദം. ബാറ്റേന്തി ഇന്ത്യൻ പ്രതീക്ഷകൾ കാക്കാൻ അവിടെയും ഉണ്ടാകും HS പ്രണോയ്, പിന്നെ മുഹമ്മദ് അജ്മൽ, അബ്ദുള്ള അബൂബക്കർ, മുഹമ്മദ് അനസ്, മിജോ ചാക്കോ, ഒപ്പം റിസർവ് ടീമിൽ അമോദ് ജേക്കബും. മലയാളി വനിതകൾ ആരും പങ്കെടുക്കാത്ത ഒളിമ്പിക്സ് ആണ്. പക്ഷേ വനിതാ റിലേയിൽ പൂവമ്മയും ശുഭയും ജ്യോതികയും വിദ്യയും ഇറങ്ങുമ്പോൾ നമുക്കെങ്ങനെ കൈയടിക്കാതിരിക്കാനാകും? ഒളിമ്പിക്സ് എന്നത് ഒരു പ്രാദേശിക വികാരമല്ല. അവിടെ ദേശീയതയുമല്ല കൊടിപാറുക, സാർവദേശീയതയാണ്. ജാവലിനുമായി നീരജ് ചോപ്രയും അന്നു റാണിയും, PV സിന്ധുവും അശ്വിനി പൊന്നപ്പയും വിനേഷ് ഫോഗട്ടും മണിക ബത്രയും ഗഗൻജിത്ത് ഭുല്ലാറും രാജേശ്വരി കുമാരിയും, ഇങ്ങനെ 117 പേരുണ്ട് ഇന്ത്യയുടെ പതാകയേറി പാരീസിൽ. പക്ഷേ അതിനൊപ്പമോ ഏറെയോ നമ്മളെ ആവേശം കൊള്ളിക്കും 100 മീറ്ററിൽ ഷെല്ലി ആൻഡ് ഫ്രേസർ ഇറങ്ങുമ്പോൾ. 2018 2012 സ്വർണം നേടിയ ഫ്രേസർ കഴിഞ്ഞ ഒളിമ്പിക്സിൽ വെള്ളിയണിഞ്ഞു. പാരീസ് ഷെല്ലിയുടെ അവസാന ഒളിമ്പിക്സ് ആകും. ട്രിപ്പിൾ ജമ്പിലെ എക്കാലത്തെയും വിസ്മയം യൂലിമർ റോജസ്, മാരത്തൺ സെൻസേഷൻ എല്ലിയൂത്ത്, അമേരിക്കയുടെ നോവ, ഇങ്ങനെ എത്രയെത്ര പ്രതിഭകളുണ്ട് നമ്മളെ ഒപ്പം ഓടിക്കുകയും ചാടിക്കുകയും ചെയ്യാൻ. ഇനിയുമുണ്ട് ആവേശം കൊള്ളിക്കാൻ അനേകം പേരുകൾ. സിമോൺ ഗാരി റിച്ചാർഡ്സൺ, ലിയോൺ മർച്ചന്റ്, പോരെങ്കിൽ നൊവാക് ജോക്കോവിച്ചും റാഫേൽ നദാലും കാർലോസ് അൽക്കാരസും ഉണ്ടാകും ടെന്നീസിൽ മൈതാനം. ഒളിമ്പിക് സംഘാടനത്തിൽ പാരീസിൽ വിവാദങ്ങൾക്കും കുറവില്ല. അത്ലറ്റുകൾ ഹിജാബും തട്ടവും അണിയുന്നത് നിരോധിച്ച് ഫ്രാൻസ് ഉത്തരവിട്ടു. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഫ്രാൻസ്. തട്ടമിട്ട് നിരവധി അത്ലറ്റുകൾ ഇറങ്ങാറുമുണ്ട്. ആ തീരുമാനം പക്ഷേ രാജ്യാന്തര ഒളിമ്പിക്സ് അസോസിയേഷൻ തിരുത്തി. ഒളിമ്പിക്സ് വില്ലേജിൽ രാജ്യത്തെ നിയമമല്ല, ഒളിമ്പിക് നിയമമാണ് ബാധകമെന്ന് പ്രഖ്യാപിച്ചു. ഹിജാബോ തട്ടമോ എന്തും ധരിച്ച് അത്ലറ്റുകൾക്ക് പങ്കെടുക്കാമെന്നാണ് പ്രഖ്യാപനം. ഫ്രാൻസിന്റെ അത്ലറ്റുകൾ ഇനി സ്വന്തം രാജ്യത്തിന്റെ നിയമം പാലിക്കുമോ, ഒളിമ്പിക്സ് നിയമം പാലിക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഈ ഒളിമ്പിക്സിൽ വിലക്കുള്ള രാജ്യങ്ങളാണ് റഷ്യയും ബെലറൂസും. യുക്രൈൻ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഏർപ്പെടുത്തിയ വിലക്കാണിത്. റഷ്യൻ അത്ലറ്റുകൾക്ക് ഒളിമ്പിക്സ് പതാകയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചുവെങ്കിലും അതിന് തയ്യാറായത് 36 അത്ലറ്റുകൾ മാത്രമാണ്. ബെലറൂസിൽ നിന്ന് 22 അത്ലറ്റുകളും. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ 330 റഷ്യൻ അത്ലറ്റുകളും 104 ബെലറൂസ് അത്ലറ്റുകളും പങ്കെടുത്തതാണ്. രാജ്യത്തിന്റെ തണലില്ലാത്തതിനാൽ തന്നെ പങ്കെടുക്കാനുള്ള സാമ്പത്തിക പരാധീനതയിൽ കൂടിയാണ് ഈ താരങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നത്. ബഹുഭൂരിപക്ഷം അത്ലറ്റുകൾക്കും ഒരു തവണയൊക്കെയേ സാധാരണ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യന്തം സങ്കടകരമായ ഒരു മാറ്റിനിർത്തൽ കൂടിയാണിത്. 7 വട്ടം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ലിയാൻഡർ പേസിനെയും 5 വട്ടം പങ്കെടുത്ത മഹേഷ് ഭൂപതിയെയും ഓർത്ത് നമ്മൾ ആവേശം കൊള്ളുമ്പോൾ അവസരം നഷ്ടപ്പെട്ട താരങ്ങളെ കുറിച്ച് കൂടി ഓർക്കേണ്ടി വരും. ഒരു രാജ്യം രാഷ്ട്രീയമായി നടത്തുന്ന യുദ്ധത്തിന് ഒളിമ്പിക് മൈതാനത്തെ വിലക്കാണോ മറുപടി എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? പാരീസ് ഒളിമ്പിക്സിന്റെ എല്ലാ നിറഭേദങ്ങൾക്കും നിറമങ്ങലുകൾക്കും ഒപ്പം നമുക്ക് ആഘോഷിക്കാൻ വേറെയുമുണ്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഒളിമ്പിക് ഗ്രാമത്തിൽ സുരക്ഷ ഒരുക്കാൻ ഇന്ത്യയുടെ K9 സ്ക്വാഡ് എത്തിക്കഴിഞ്ഞു. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെ അതിവിദഗ്ധരായ 10 സ്നിഫർ നായ്ക്കളാണ് പാരീസിൽ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നായ്ക്കൾ 10 ആഴ്ചത്തെ പരിശീലനമൊക്കെ കഴിഞ്ഞ് ജോലിയും തുടങ്ങിക്കഴിഞ്ഞു.
നടത്തുന്നത് ഫ്രാൻസ് ആണെങ്കിലും ഇന്ത്യയും ചൈനയും അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ വിവിധ മേഖലകളിൽ സംഘാടനത്തിന്റെ ഭാഗങ്ങളാണ്. ഒരൊറ്റ ലോകത്തെക്കുറിച്ചുള്ള മാനവരാശിയുടെ സ്വപ്നം ചിറകടിക്കുന്ന ഇടമാണ് ഒളിമ്പിക്സ് മൈതാനം. യുദ്ധവും വിദ്വേഷവും വെറുപ്പുമില്ലാതെ മനുഷ്യർ കൂടുന്ന ഈ മൈതാനങ്ങളിലാണ് ശുഭപ്രതീക്ഷകളുടെ ദീപശിഖ ജ്വലിക്കുന്നത്. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.